ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ബക്രീദാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നാളെ പെരുന്നാളാവാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെ ഇപ്പോൾ കോഴിയുടെ ഇറച്ചിയൊക്കെ എല്ലാവരും സെറ്റാക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് 2 നാടൻ കോഴിയുടെ പരിപാടിയാണിന്ന്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലുള്ള നാടൻ കോഴിനൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഈ മറ്റേ എന്ത് കോഴിയാണ്, ബ്രോയിലർ കോഴിനെ തിന്നിട്ട് നിറ നാസാവില്ല നമ്മളെ ശരീരത്തിനുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ തിന്നാതെ അനാവശ്യമായ സാധനങ്ങളെ നമ്മൾ തിന്നാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളിതാ 2 നാടൻ കോഴിയുടെ പരിപാടിയാണിന്ന്. അപ്പോൾ അതിനത് അറക്കുകയാണ്. പുതിയ നല്ല വൃത്തിയുള്ള നല്ല ആരോഗ്യമുള്ള കോഴികളാണ് 2 എണ്ണം. അപ്പോൾ അതിനെ അറുത്തിട്ടുള്ള പരിപാടിയാണിന്ന്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഇന്ന് കിടക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ അറവ് തുടങ്ങാം. അപ്പോൾ പെരുന്നാളൊക്കെയാണ്. അപ്പോൾ വെള്ളം കൊടുത്ത് നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് കോഴിനെ ഇറക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഫുൾ ലെങ്ത് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ അറുത്തതാ, രണ്ടാമത്തേതും പിടിച്ച് ഇറക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇറച്ചിയുള്ള കോഴിയാണ്. ഒരു കോഴി ഏകദേശം 3.5 കിലോ 4 കിലോ വരുന്നതാണ്. അപ്പോൾ അറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2.5 കിലോ ഇറച്ചി നമുക്ക് മിനിമം ഒഴിവായി കിട്ടും. അപ്പോൾ അത് അറുത്തിട്ട് അവർ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, പിടയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ബ്രോയിലർ കോഴികളാണ്. ഇതൊക്കെ വിൽക്കാനുള്ള തന്നെ പെരുന്നാളിൻ്റെ കോഴികൾ ഇറക്കിയിട്ടുള്ളതാണ്. പെരുന്നാൾ കച്ചവടമാണ്. അപ്പോൾ കച്ചവടം തുടങ്ങി, വളരെ തിരക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് എടുത്ത വീഡിയോ ആണ്. ഇതും ഉണ്ട്, ബ്രോയിലറും ഉണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ കച്ചവടം ബ്രോയിലറാണ്. അപ്പോൾ നാടൻ കോഴികൾ ഇതുപോലെ ഓരോരുത്തർ ഇറക്കും. അപ്പോൾ അത് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ അറുത്ത് കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് ബ്രോയിലറാണ് ഇറക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ നാടൻ കോഴിനെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. നാടൻ കോഴിനെ അറുത്തിട്ട് നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 2-2.5 കിലോ ഇറച്ചി കിട്ടാൻ സാധ്യതയുണ്ട്. 3 കിലോ കഷ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നല്ല കനമുള്ള കോഴിയാണ്. നമ്മൾ അറവ് തുടങ്ങിയപ്പോൾ സാധാരണ ബ്രോയിലർ കോഴി തോലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വിരിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് ടൈറ്റാണ് ഇതിൻ്റെ തോലൊക്കെ. മാംസം നല്ല കുറച്ച് ടൈറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇറച്ചി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കത്തിക്കണം. മറ്റുള്ള കോഴി, ഈ ബ്രോയിലർ കോഴി പോലെ പെട്ടെന്ന് കത്തൂല, അങ്ങനെ പെട്ടെന്ന് വേവില്ല, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനാ തോലിരിക്കുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. നമ്മളൊക്കെ വീട്ടിൽ തോലിരിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇവർക്കിത് പ്രാക്ടീസ് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരെ തോലിരിച്ചെടുക്കും. നമ്മൾ എങ്ങനെ വെച്ചാലും അവിടെ ഇവിടെ ഒരു 5-6 തോലെങ്കിലും ബാക്കി ഉണ്ടാവും, തൂവലെങ്കിലും. ഇപ്പോൾ തൂവലെന്നൊക്കെ അവർ വളരെ സിമ്പിളായിട്ടാണ് അവർ കണ്ട. ആ കോഴിനെ എത്ര പെട്ടെന്നാണ്, ഒരു 2 മിനിറ്റ് പോലും വന്നില്ല ആ കോഴിനെ തോലിരിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി. ഇതും നമുക്ക് അനിവാര്യമായൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നല്ല നല്ല കോഴികളെ വല്ലവർക്കും കൊടുത്തിട്ട് നമ്മൾ അതിന് ബദല് നമ്മൾ ബ്രോയിലർ കോഴിയാണ് കഴിക്കാറ്. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ്, ആരോഗ്യത്തിന് ഭയങ്കര ഹാനികരമാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ നാടൻ കോഴി അറുത്തിട്ട് നമ്മളെ വീട്ടിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അറുത്ത് അതിൻ്റെ രീതിയാണത്, അതിനെ പീസാക്കുന്ന രീതിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കോഴി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ കാറ്ററിങ്ങുകൾക്കോ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് വലിയ വലിയ ഹോൾസെയിലായിട്ടുള്ള കോഴി റേറ്റിൽ ഞങ്ങൾ തരുന്നതാണ്. അതിന് വേണമെങ്കിൽ നമ്പർ ഞാൻ ഇതിൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ കോഴിനെ ഒന്നിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോഴി തൊഴിലിരിക്കാൻ പോവാണ്. അതാണ് അതിൻ്റെ മാങ്ങ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഫൈബർ അടങ്ങിയ സാധനമാണ്. അത് ഏറ്റവും കൂടുതൽ ഫൈബർ കൊട്ടിങ്ങുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 വൃക്കുണ്ട്, കരളുണ്ട്. അതൊക്കെ നമ്മൾ ശരീരത്തിന് വളരെ അനിവാര്യമായ സാധനമാണ്. അവർ തോലിരിക്കുന്ന രീതി വളരെ സിമ്പിളാണ്. നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റില്ല. ഇത്ര പെട്ടെന്നൊന്നും നമുക്ക് വീട്ടിലിങ്ങനെ തോലിരിച്ചെടുക്കാൻ പറ്റില്ല. അത് അവർക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ എങ്ങനെ ഇടിച്ചാലും അവിടെ ഇവിടെ ഒരു 5-6 തൂവലെങ്കിലും ബാക്കി ഉണ്ടാവും. പിന്നെ അത് പറിക്കാൻ നടക്കണം. നമ്മൾ സിമ്പിളായിട്ടാണ് അവർ തോലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നാടൻ കോഴി കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് കുറച്ച് ആരോഗ്യം വരട്ടെ. ലൈഫിൽ എൻജോയ് ചെയ്യാൻ നാടൻ കോഴി അനിവാര്യമാണ്. നമ്മൾ ഈ ബ്രോയിലർ കോഴി കൊണ്ടുപോയിട്ട്
നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. നമുക്ക് ജീവിതത്തിലും വളരെ പിന്നാക്കമാണ് എല്ലാവരും. അപ്പോൾ എടാ സിമ്പിളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ കോഴി തോല് വെച്ചത്. ഇനി അത് കട്ട് ചെയ്ത് നമ്മൾ കവറിലാക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നും നമ്മൾ ഓരോ വീഡിയോസ് കാണണമല്ലോ, അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആവട്ടെ എന്ന് കരുതി. എങ്ങനെയാണ് ഇടാ അതിനെ പൊളിച്ചത് കണ്ട, 2 പൊളിയാക്കിയത് എത്ര സിമ്പിളായിട്ടാണ്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്.